സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ വളരെ ഉത്സാഹപൂർവ്വം, വളരെ ഐക്യത്തോടും വളരെ സാഹോദര്യത്തോടും കൂടിയ ഒരു ഉത്സവം നടന്നു. സ്ത്രീകൾക്ക് പ്രാമുഖ്യമുള്ള പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല എന്നാണ് അതറിയപ്പെടുന്നത്. ഇത് വളരെ മാതൃകാപരമായി നടത്താൻ കേരളീയർക്ക് സാധിച്ചു. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് നമ്മുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പൊങ്കാല ഇട്ടത്. അദ്ദേഹത്തിൻ്റെ പത്നി നമ്മൾ അറിയപ്പെടുന്ന ഒരു ഗായികയാണ്. അവരാണ് അവരുടെ വീട്ടിൽ പൊങ്കാല അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി വിളക്കുകൾ, നിലവിളക്കൊക്കെ കൊളുത്തി അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്ന സമയത്ത് സുരേഷ് ഗോപി തൊട്ടടുത്ത് നിൽക്കുകയാണ്. മറ്റൊരു പാവപ്പെട്ട മനുഷ്യൻ, ഇരുണ്ട നിറമുള്ള നീളം കുറഞ്ഞ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ ദൂരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം കടന്നു പോകൂ, പുറത്തു പോകൂ, മാറി നിൽക്കൂ എന്ന ഭാവത്തിൽ ആംഗ്യം കാണിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എത്രയോ കാലമായി നാം ആട്ടിപ്പായിച്ച അസ്പർശ്യതയെ, തൊട്ടുകൂടായ്മയെ, തീണ്ടലിനെ വീണ്ടും ഉള്ളിൽ വെച്ചു പുലർത്തുന്ന ഒരു മനുഷ്യൻ്റെ നിലപാടല്ലേ ആ കേന്ദ്രമന്ത്രി അവിടെ പ്രദർശിപ്പിച്ചത്? എത്രയോ ഉന്നതമായ ഒരു സ്ഥാനമാണ് ഒരു കേന്ദ്ര മന്ത്രിസഭയിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹം അനുവർത്തിക്കേണ്ടത്. എത്രയോ ഉന്നതന്മാരായ ആളുകൾ കേന്ദ്രമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി തന്നെ BR അംബേദ്കർ ആയിരുന്നില്ലേ? ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നില്ലേ? ഇവരൊക്കെ എങ്ങനെയായിരുന്നു ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ? എത്രയോ മാതൃകാപരമായിരുന്നു അവരുടെ വാക്കുകൾ. അവരുടെ വാക്കുകൾ പുരോഹിതൻ്റെ വായിൽ നിന്ന് വീഴുന്നതിനേക്കാൾ എത്രയോ പവിത്രമായ രീതിയിലും മറ്റൊരാളിനും അസ്വസ്ഥത ഉണ്ടാക്കാത്തതും വേദനിപ്പിക്കാത്തതുമായിട്ടുള്ള തരത്തിലായിരുന്നു അവരുടെയൊക്കെ വാക്കുകൾ, അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ പത്രക്കാരോടുള്ള സമീപനങ്ങൾ. അവിടെ രാജ്യത്തെ ജനങ്ങളെ അവർ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഇത്തരം ഉദ്ദണ്ഡതയോടുകൂടിയായിരുന്നു? ഇത്ര അഹംഭാവത്തോടു കൂടിയായിരുന്നു? ഇത്തരം വിഭാഗീയ മനോഭാവത്തോടു കൂടിയായിരുന്നു? ഒരിക്കലുമല്ല. അങ്ങനെ ഇരുന്നവരുടെ ചരിത്രം നാം ഓർക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. പക്ഷേ ഈ കേന്ദ്രമന്ത്രിക്ക്, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രിക്ക് ഇതുവരെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലെ സംസ്കാരം കൈവന്നിട്ടില്ല. അത് കൈവരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഉപദേശങ്ങൾ നൽകണം. അദ്ദേഹത്തെ ഉപദേശിക്കേണ്ടത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഓരോ ദിവസവും കാണുന്നതാണ് ഈ നാട്ടിൽ പത്രദ്വാര, ദൃശ്യമാധ്യമങ്ങളിലൂടെ. അദ്ദേഹം കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കേന്ദ്ര ഗവൺമെൻറ് നൽകുകയാണ്. ഇത് അങ്ങേയറ്റത്തെ മ്ലേച്ഛമായൊരു നിലപാടല്ലേ? തീണ്ടലും തൊടിയിലും എല്ലാം ഇവിടുന്ന് തുടച്ചു മാറ്റിയതല്ലേ? ശ്രീ നാരായണ ഗുരുവിനെ ഓർക്കുന്നവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യങ്ങൾ കേൾക്കുന്നവർക്കറിയാം. ഇവിടെ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമായിട്ട് കാണുന്ന സ്ഥലമല്ലേ ലോകം? അത്രമാത്രം ആദരിക്കപ്പെടുന്ന വലിയ വലിയ മനീഷികൾ, മഹർഷീശ്വരന്മാർ, യതീശ്വരന്മാർ, അവർ പടുത്തുയർത്തിയ ഒരു സംസ്കാരം, അവർ വളർത്തിയെടുത്ത ഒരു സാംസ്കാരിക ലോകം, അതിനെ എത്രമാത്രം മലിനമാക്കുന്ന തരത്തിലാണ് ഈ മന്ത്രി ഓരോ ദിവസവും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുമാരനാശാനെ പോലെയുള്ള ആളുകൾ കവിത എഴുതുമ്പോൾ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്ന് അദ്ദേഹം പാടിയത് അത്തരം പ്രവർത്തികൾ ഇവിടെ കണ്ടതുകൊണ്ടാണ്. ഇന്നും ഈ താണജ വിഭാഗത്തിലുള്ള അധകൃതരെന്ന് പറയുന്ന ആളുകളെ വീണ്ടും അധകൃതരായി കാണുകയും അവർക്ക് സാമൂഹിക ജീവിതത്തിൽ സക്രിയമായ പങ്കുവഹിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇത്തരം മന്ത്രിമാർ നാടിന് ശാപമാണ്. അവരത് തിരുത്തണം. ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ ഹൃദയത്തെയും മനോഭാവത്തെയും അവരുടെ സംസ്കാരത്തെയും ഉൾക്കൊള്ളാനും അവരോടൊപ്പം സഹവർത്തിക്കുവാനും കഴിയുന്ന ഒരു മനോഭാവം ഈ കേന്ദ്രമന്ത്രി വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട്.